ഹലോ, നമ്മളിത് ഇപ്പോൾ പോകുന്നത് സാൽമിയയിലുള്ള ഷെയ്ഖ് അബ്ദുള്ള അൽ സലം കൾച്ചറൽ സെൻറ്ററിലോട്ടാണ്. ആ പേരിൽ തന്നെ എന്താ ഒരു ഗമാലേ. 6 സെപ്പറേറ്റ് മ്യൂസിയംസ് ചേർന്നാണ് കേട്ടോ ഈ ഒരു കൾച്ചറൽ സെൻറ്റർ. മുതിർന്നവർക്ക് 3 കേടിയും കുട്ടികൾക്ക് 2 കേടിയുമാണ് ഇങ്ങോട്ടുള്ള എൻട്രി ഫീ. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് 1.5 കേടിയാണ് കേട്ടോ എൻട്രി ഫീ വരുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു മ്യൂസിയത്തിലേക്കാണ്. ആസ് ദ നെയിം സജസ്റ്റ് നമ്മുടെ നേച്ചറിലുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളിത് ഇപ്പോൾ ഒരു അന്റാർട്ടിക് സോണിൽ പോയി എങ്ങനെയുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് സീയിൽ പോയാൽ, അല്ലെങ്കിൽ കേവിൽ പോയാൽ, അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് അവിടെ ആർട്ടിഫിഷ്യലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈവൻ അവിടുത്തെ ടെമ്പറേച്ചറും എല്ലാം അതുപോലെയാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഡെസേർട്ട് സോണിൽ ഈ ഒരു മോണിറ്ററൊക്കെ നോക്കിയാൽ നമുക്ക് ഡെസേർട്ടിൽ കാണുന്ന പാമ്പുകൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കാണാൻ പറ്റും കേട്ടോ. ഇത് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം അത് ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ആ ഒരു ഇരുട്ടത്ത് ആ ഒരു ടെമ്പറേച്ചറും ആ ഒരു എന്താ പറയുക മോണിറ്ററിൽ നമുക്ക് കിട്ടുന്ന കാഴ്ചകളും എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. അത് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ കൂറ്റനായിട്ടുള്ള പലതരം ആനിമൽസിൻ്റെയും ബേർഡ്സിനും സ്റ്റാച്യൂസൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കടലിൽ കാണുന്നതും കരയിൽ കാണുന്നതും അങ്ങനെ പല പല ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയ നല്ല ക്യൂട്ടായിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കാണ് കേട്ടോ. എൻ്റെ മാത്രമല്ല, അവിടെ വരുന്ന 99% ആൾക്കാരുടെയും ഫേവറേറ്റ് ഇത് ഈ ഒരു ഏരിയ ആയിരിക്കും കേട്ടോ. നമ്മുടെ മലയാളത്തിൽ പറഞ്ഞാൽ ഈ ഹരിതാഭയും പച്ചപ്പും എല്ലാം നടത്തിയിട്ടുള്ളൊരു ഏരിയ. അത് മാത്രമല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലൊരു സന്തോഷം സമാധാനമൊക്കെ വരുന്നില്ലേ. ശരിക്കും പോയാലും അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ പ്ലാവും പിന്നെ വാട്ടർഫോളും ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ആ വാട്ടർഫോളിൻ്റെ അവിടെയൊക്കെ ശരിക്കുള്ള മീനുകളാണ് കേട്ടോ അത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോകുമ്പം ഈ എസ്കലേറ്ററിൻ്റെ സൈഡിൽ വളരെ വലിയൊരു അക്വേറിയമാണ് കേട്ടോ ഉള്ളത്. ഇതിൽ ശരിക്കും പല തരത്തിലുള്ള പല ടൈപ്പിലുള്ള ഒത്തിരി മീനുകളെ നമുക്ക് കാണാൻ പറ്റും. ജെല്ലി ഫിഷും എല്ലാം ഉണ്ട് കേട്ടോ. ആദ്യക്ക് ഇത് ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആദ്യക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ശരിക്കും ഇത് ഡിഫറെൻ്റ് ആയിട്ടൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി കാഴ്ചകൾ. ഈ ഒരു കൾച്ചറൽ സെൻറ്റർ വിസിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉച്ച സമയത്തൊക്കെ പോകണം കേട്ടോ. എന്നാലേ രാത്രി ആകുമ്പോഴേക്കും ഇതൊക്കെ നടന്നു തീരുള്ളൂ. ബാക്കി വിശേഷം എന്തെങ്കിലും അടുത്ത പാർട്ടിൽ പറയാം കേട്ടോ.